കൊച്ചിയിലെ നിയുക്ത മേയർ UDFന്റെ മേയർ സ്ഥാനാർത്ഥി VK മിനിമോൾ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീമതി VK മിനിമോൾ. നമസ്കാരം. ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമല്ലേ? അതെ അതെ, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസമാണ്. വലിയ സന്തോഷമാണ് മനസ്സിന്. 13-ാം തീയതി വോട്ട് എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ പാലാരിവട്ടത്തെ വോട്ടിന്റെ കണക്കായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ജീവിതം ഒരുപാട് മാറി മറിഞ്ഞില്ലേ? തീർച്ചയായും. ഒരു പാലാരിവട്ടത്തും അറിയാലോ, മത്സര സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് തരണം ചെയ്തു. അതേപോലെ തന്നെ അതിനുശേഷമുണ്ടായതും അതിലും പരിഗണിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായും വളരെ സന്തോഷം. ഈ പാലാരിവട്ടം ഞാൻ പറയാൻ കാര്യം, വിമതനും ഒക്കെ കൂടെ വന്ന ഒരു ഭയങ്കര മത്സരമായിരുന്നല്ലോ. ഒരു വാർഡിലെ മത്സരം, അതിനപ്പുറത്തേക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശമായിരുന്നു. അതെ അതെ, തീർച്ചയായും. വളരെ ഒരു സാധാരണ രീതിയിൽ നടക്കേണ്ട ഒരു മത്സരം, അത് ആ മത്സരത്തെ വലിയ ഒരു ആവേശത്തിലേക്ക് കൊണ്ടുപോയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ നമ്മൾ ആവേശം കണ്ടത് ആരാകും മേയർ. എല്ലാ ദിവസവും തലക്കെട്ടാണ്. അപ്പോൾ ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ഞാൻ ആവില്ലേ? അങ്ങനെയല്ല, തീർച്ചയായും അറിയാലോ, ഒരു പാർട്ടിയുടെ ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളതിന് വലിയ കാര്യമാണ്. ജനങ്ങൾ 47 സീറ്റ് നൽകി UDFനെ ഭരണത്തിലേക്ക് എത്തിച്ചപ്പോൾ പിന്നെ എന്ത് തീരുമാനം വന്നാലും അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന രീതിയിൽ ഞങ്ങളുടെയൊക്കെ ഒരു മൈൻഡ് അങ്ങനെയാണ്. ഇതിനു മുമ്പും 2010 മുതൽ അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പരിഗണിക്കപ്പെട്ടാൽ നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താണോ സ്ഥാനം ലഭിക്കുന്നത് അതോടൊപ്പം പോകണം, അതാണ് മനസ്സിലുണ്ടായിരുന്നത്. ഈ കാര്യത്തിൽ കുടുംബത്തിന്റെ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു? വീട്ടിലെല്ലാവരും, അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ വീട്ടില് മേയർ ആകും, അല്ലെങ്കിൽ മേയർ ആയില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ എന്താണ് വീട്ടിൽ പറഞ്ഞ ഒരു കാര്യം? വീട്ടില് എൻ്റെ അമ്മയും സഹോദരനും 2 മക്കളും ഹസ്ബൻഡുമാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ എല്ലായ്പ്പോഴും പറയുന്നത്, ഒരു മത്സരിക്കാൻ കിട്ടുന്നത് തന്നെ, ഇപ്പം എനിക്ക് വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഒരു കുടുംബമാണ്, സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ പോലും അത് വളരെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച കുടുംബമാണ് എൻ്റേത്. 2010 മുതൽ ഈ കുടുംബം ഫുള്ളായിട്ട് മുഴുവൻ സപ്പോർട്ടോടുകൂടി എൻ്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് തുടർച്ചയായി എനിക്ക് ഡിവിഷനിലെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഓരോ പ്രാവശ്യവും വിവിധ ഡിവിഷനുകളിൽ മാറി മാറി നിന്നിട്ടും ജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. മക്കള് ഇപ്പോൾ എൻ്റെ ഇളയാൾ അനുപമ, അവൾ LKG പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത്. ഇപ്പോൾ അവൾ BCom ACCA സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. അവരുടെയൊക്കെ ഒരു നല്ല സമയത്ത് മുഴുവനും ഞാൻ ഈ ജനങ്ങൾക്കൊപ്പമായിരുന്നു. ഇനിയിപ്പോ അമ്മയ്ക്കൊരു നല്ല സമയം വരുമ്പോൾ അത് മക്കൾക്കും ഇരുന്ന് കാണാം. കാരണം ഒരു മേയർ എന്ന് പറഞ്ഞാൽ അതും കൊച്ചി പോലെയുള്ള കേരളത്തിന്റെ ഒരു സാമ്പത്തിക തലസ്ഥാനം, വ്യാവസായിക തലസ്ഥാനമാണ്. അതെ അതെ അതെ, വലിയ സന്തോഷത്തിലാണ് അവർ. ഇപ്പോൾ മൂത്താള് മെഡിസിന് പുറത്തായിരുന്നു പഠിച്ചിരുന്നത്, അവളിന്ന് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലൊക്കെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണിത്. അപ്പം അതുകൊണ്ട് തന്നെ കുടുംബം എല്ലാവരും, ഫാമിലി മൊത്തം, അമ്മയുടെ അനിയത്തിമാരും ആങ്ങളമാരും, ഇനി അങ്ങോട്ട് അല്ലല്ല അങ്ങനെയല്ല, ദൈവം തരുന്ന അവസരമാണിത്. അല്ല, പാർട്ടി ഒരു കാര്യം ഏൽപ്പിക്കുമ്പോഴേക്കും കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാവുമല്ലോ. തീർച്ചയായും അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ മനസ്സിലുള്ളൂ. ഈ കടന്നു വന്ന പ്രതിസന്ധികൾ എനിക്കും അറിയാം, ഞാനതിൽ എല്ലാത്തിലേക്കും ഒന്നും പോകുന്നില്ല. എങ്കിൽ പോലും കഴിഞ്ഞ 13 ദിവസം എന്ന് പറയുന്നത് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടാക്കുന്ന, പാർട്ടിക്കകത്തായാലും ഈ കൗൺസിലർമാരുടെ അഭിപ്രായങ്ങളൊക്കെ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഇത്രയും പേരൊക്കെ എന്നെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക തോന്നിയിരുന്നോ? അതെല്ലാം ഒരു ദൈവഭാഗ്യം, ഒരു നിയോഗമായിട്ടാണ് ഞാൻ കരുതുന്നുള്ളൂ. എല്ലാ ഇപ്പം നമ്മൾ ജയിച്ചാൽ മാത്രം പോരല്ലോ, ബാക്കിയെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു മേയർ സ്ഥാനത്തേക്കൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ദൈവനിയോഗമാണ്. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ടെൻഷൻ ഉണ്ടായിരുന്നു, സ്വാഭാവികമാണല്ലോ. കൗൺസിലേഴ്സ് ആരെ പിന്തുണക്കും എന്നൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ള ടെൻഷനാണ്. പക്ഷേ അതിൽ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ എല്ലാം കടന്നുപോയി.
ഈ പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ആണ് അല്ലെങ്കിൽ AI ഗ്രൂപ്പുകൾ ചേർന്ന് ദീപ്തി മേരി വർഗീസിനെ വെട്ടി അങ്ങനെയൊക്കെയാണ് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വാർത്തയെക്കുറിച്ചല്ല ചോദിക്കാൻ വന്നത്. ദീപ്തിയുമായിട്ട് പിന്നീട് സംസാരിച്ച് അല്ലെങ്കിൽ ദീപ്തിക്ക് ഒരു വിഷമമുണ്ടായി എന്നുള്ളത് ശ്രീമതി വിനുമോൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ തമ്മിൽ സംസാരിച്ച ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിയോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ടേമിൽ 39ാം ഡിവിഷനിൽ ദീപ്തിയും തൊട്ടടുത്ത ഡിവിഷൻ ഒരു റോഡിൻ്റെ ബോർഡർ അപ്പുറമാണ് ഞങ്ങൾ കൗൺസിലർ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അന്നും ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ് പല കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളത്. ദീപ്തി എൻ്റെ നല്ലൊരു സുഹൃത്താണ്, ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവാണ്. ചെറുപ്പകാലം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള നല്ലൊരു നേതാവാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും കഴിഞ്ഞ ടൈമിലും കൗൺസിലൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇന്നലെ ഞാനും ഡെപ്യൂട്ടി മേയറും കൂടി 2 ദിവസമായിട്ട് പ്രഖ്യാപനത്തിന് ശേഷം 2 ദിവസമായിട്ട് എല്ലാ ലീഡർഷിപ്പിനെയും എല്ലാ ആളുകളെയും കാണാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകളെയൊക്കെ ഇനിയും കാണാനും ഉണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന കൂട്ടത്തിൽ KPCC ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഞങ്ങൾ ഇന്നലെ പോയി ദീപ്തി മേരി വർഗീസിനെ കണ്ടിരുന്നു. ഞങ്ങൾ സൗഹൃദപരമായിട്ട് എല്ലാം സംസാരിച്ച് ആയിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. അപ്പോൾ ഇനി പേര് പോലെ മിനി മോൾ അല്ല, ഒരു കൊച്ചി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കോർപ്പറേഷനെ ഭരിക്കാൻ പോവുകയാണ്. അപ്പോൾ കാര്യങ്ങൾ മിനി അല്ല. അപ്പോൾ എല്ലാം ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ, എല്ലാ ആശംസകളും. എല്ലാ സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ടാവണം, നല്ല നല്ല നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന്. ആ ഒരു സപ്പോർട്ടാണ് ഞങ്ങളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. എന്തായാലും എല്ലാവർക്കും ഇനി ചുമതലയേൽക്കാൻ പോകുന്ന ആ ഒരു ടേം അത് കൃത്യമായി തന്നെ 5 വർഷം കൊച്ചിയെ വേറൊരു ലെവലിലേക്ക് എത്തിക്കൂ. എല്ലാ ആശംസകളും.